കുരുന്നുകളുടെ കൂടി മേളയാണ് കടന്നു പോകുന്നത്. കുഞ്ഞെഴുത്തുകളിൽ മഷി പുരളുമ്പോൾ അവരുടെ സ്വപ്നങ്ങളെ ലോകത്തിന് മുന്നിലേക്ക് ചിറകുവിടർത്തി പറക്കാൻ അവസരം നൽകുക കൂടിയാണ് ഈ പുസ്തകമേള ചെയ്യുന്നത്. അതിനാൽ തന്നെ എഴുത്തുകളുടെ ലോകത്ത് സജീവമാകുന്ന എത്രയോ കുരുന്ന് പ്രതിഭകളുടെ പുസ്തകങ്ങളാണ് ഇത്തവണ മേളയിലെത്തിയിരിക്കുന്നത്. ഇത്തവണ മേളയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരിൽ ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ് ഈ കൊച്ചുമിടുക്കൻ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ആരോമൽ. കഥകളും കവിതകളും കുഞ്ഞു ചിത്രങ്ങളും എല്ലാം അടങ്ങിയ ആരോമലിന്റെ ആദ്യ അക്ഷരങ്ങൾ എന്ന കുഞ്ഞു പുസ്തകവുമായാണ് ആരോമൽ മേളയ്ക്കെത്തിയത്. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചുമിടുക്കൻ എഴുതിയ ആദ്യാക്ഷരങ്ങളിൽ ഒരു മാറ്റവും കൂട്ടിച്ചേർക്കലുകളും വെട്ടിത്തിരുത്തലുകളും വരുത്താതെ പുറത്തിറക്കിയ പുസ്തകം എന്നതടക്കം ഏറെ പ്രത്യേകതകളുള്ള ഈ പുസ്തകം ഇത്തവണത്തെ ഷാർജ പുസ്തകമേളയിലെ താരമാണ്. തന്റെ പ്രായത്തിലുള്ള കുട്ടികൾ മൊബൈൽ ഫോണിന്റെ ലോകത്തേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ ആരോമലിന് കൂട്ട് അക്ഷരങ്ങളാണ്. കയ്യിൽ കിട്ടുന്നതെന്തും വായിക്കാതെ നിലത്തു വെക്കില്ല ഈ മിടുക്കൻ. മകന്റെ ഇഷ്ടത്തിന് മാതാപിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ കൂടിയായപ്പോൾ ആരോമലിന്റെ എഴുത്തുകൾ ഇങ്ങനെ പുസ്തകമായി. ആദ്യമൊക്കെ അവന് എനിക്ക് പറഞ്ഞു തരാറായിരുന്നു, എഴുതാനായിരുന്നില്ല ആദ്യമൊന്നും. ആദ്യം അച്ഛൻ ലീവിന് വന്ന സമയത്ത് മൂപ്പര മടിയിലിരുന്നാണ് JCBയും പാറ കുഴിക്കും കഥ പറയും കൂട്ടുകാരെ കേൾക്കാൻ വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, ഇവരിങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്തോ പറയല്ലേ എന്ന് പറഞ്ഞു. അല്ല അതിനെ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെയാണ് ഫോണിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ നേരിട്ടൊരു വിഷയം ഇപ്പം എങ്ങനെ എഴുതുമോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ആരായാലും അങ്ങനെ ഒരു പ്രശ്നം വരുമല്ലോ, ഇത്രയും ചെറിയ ആൾ എഴുതുന്നത് ഫലിപ്പിച്ചെടുക്കാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ എഴുതിപ്പിച്ചപ്പോൾ എന്നോട് ടീച്ചർ പറഞ്ഞു, ഹിന്ദുജ ടീച്ചർ അവർ പറഞ്ഞു, മോനിങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ, നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കണമല്ലോ. അങ്ങനെയാണ് ഞങ്ങളതിനെ സഹായിച്ചു. അവന് ഒരു സങ്കടമുള്ള എന്താ വെച്ചാൽ, അവൻ പറയുന്ന സാധനം അല്ല എഴുതുന്നതെങ്കിൽ അവന് സങ്കടം വരും. അപ്പോൾ വിചാരിക്കുന്ന സാധനം അല്ല എഴുതുന്നത്, നമ്മളത് മാറ്റാൻ ശ്രമിച്ചാൽ അതവന് സങ്കടമായിട്ട് മാറും. അപ്പോൾ ഈ ബുക്കിനുള്ളൊരു പ്രത്യേകത അത് തന്നെയാണ്. ഈ ബുക്ക് ഞങ്ങൾ ആരും കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇതെങ്ങനെയാണോ ഇത് എടുത്തു എന്നൊക്കെ ഉണ്ട് ഇതിൽ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ്. അപ്പോൾ അതെങ്ങനെയാണോ ബുക്കിലുള്ളത് അതങ്ങനെ തന്നെയാണ്. ന്യൂസിലെ സ്മിത ചേച്ചിയുടെ കവിതകളുടെ അവതരണം കേട്ടാണ് കവിതകളോടുള്ള സ്നേഹം കൂടിയത് എന്ന് ആരോമൽ പറഞ്ഞപ്പോൾ ഷാർജ പുസ്തകമേളയിൽ 24നും ഇത് അഭിമാന നിമിഷമായി. ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ സ്മിത ചേച്ചിയാണ് ഞാൻ പറയും. ഞാൻ എന്നിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അവരൊന്ന് മോനെ കാണിച്ചു കൊടുക്കണം, അതൊന്നും സാധിച്ചിട്ടില്ല. ഒരു ദിവസം വയനാട്ടിൽ വന്ന സമയത്ത് വിളിച്ചിരുന്നു അങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ട്. ഒരു ആഗ്രഹമുണ്ട് എന്തെങ്കിലും കാണണം എന്നുള്ളത്, അത് നടക്കുമെന്ന് അറിയില്ല. സ്റ്റോളുകളിൽ നിന്ന് സ്റ്റോളുകളിലേക്ക് അക്ഷരങ്ങളുടെ മധുരഗന്ധം ആസ്വദിച്ച് ആരോമൽ നടക്കുന്നത് കാണുമ്പോൾ വായന മരിക്കില്ല എന്ന് ഉറപ്പാവുകയാണ്. ഇത്തരം മനോഹര കാഴ്ചകളുടെ ഉത്സവമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള സമ്മാനിക്കുന്നത്.